നമസ്കാരം. ഇന്നത്തെ വീഡിയോ കർണാടകയിലെ കൊടക് ജില്ലയിലെ കാഴ്ചകളാണ്. ആദ്യമായിട്ട് പോകുന്നത് തലക്കാവേരിയിലേക്കാണ്. തലക്കാവേരി എന്നുള്ളത് ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട നദിയായ കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമാണ്. കൊടക് ജില്ലയിലെ ബ്രഹ്മഗിരി പർവ്വതനിരകളിലാണ് ഈ നദി ഉദ്ഭവിക്കുന്നത്. വിശ്വാസികളായ ആളുകൾ ഇതൊരു പുണ്യസ്ഥലമായിട്ട് കരുതുന്നുണ്ട്. വിശ്വാസികൾ ഇവിടെ പ്രാർത്ഥിക്കുന്നത് അഗസ്തീശ്വരനെയും അതുപോലെ കാവേരി നദിയെയുമാണ്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത പറയുകയാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും 1276 മീറ്റർ ഉയരത്തിലാണ് തലക്കാവേരി സ്ഥിതി ചെയ്യുന്നത്. തലക്കാവേരിയിൽ നിന്ന് 1776 മീറ്ററിൽ നിന്ന് ഒഴുകാൻ തുടങ്ങുന്ന കാവേരി നദി അല്പദൂരത്തിന് ശേഷം ഒഴുക്ക് നഷ്ടപ്പെടുകയും പിന്നീട് പുനരുത്ഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു അത്ഭുതമായിട്ടല്ല, ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ തലക്കാവേരിയിൽ എത്തുന്നത് അതിരാവിലെ 5 മണിയോടുകൂടിയാണ്. ഒരുപക്ഷെ ആദ്യ സന്ദർശകരിൽ ഒരാളായിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത്. വളരെ മനോഹരമായ സ്ഥലമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഉയരമുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കോടയുമാണ് ഇവിടെയുള്ളത്. ഏത് സമയത്തും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്ലൈമറ്റാണ് ഇവിടെയുള്ളത്. മഴക്കാലമാണെങ്കിൽ പ്രത്യേകിച്ചും. തലക്കാവേരി ക്ഷേത്രത്തിനകത്ത് ഒരു കുളമുണ്ട്. അത് കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമായിട്ടാണ് കരുതുന്നത്. ഈ കുളത്തിന് കുണ്ടികൈ എന്നാണ് പറയപ്പെടുന്നത്. തുലാസംക്രമണം നടക്കുന്ന സമയങ്ങളിൽ ഈ കുളം കവിഞ്ഞൊഴുകും. അത് കാണാനായിട്ട് ഒരുപാട് സന്ദർശകരെത്താറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മിക്കവാറും ആളുകൾ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് ഈ കാഴ്ച കാണാനായിട്ട് എത്തുന്നത്. തലക്കാവേരിയിൽ ഒരു ദിവസം തുടങ്ങുന്നത് കാവേരി നദിയുടെ ഉത്ഭവമായിട്ടുള്ള ഈ കുണ്ടികയിലെ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഇവിടെയുള്ള അഗസ്തീശ്വരൻ്റെ ക്ഷേത്രത്തിലെ പൂജകളോടും കൂടിയാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ മുൻകാലങ്ങളിൽ ഇവിടെ നിന്ന് ട്രക്കിംഗ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതില്ല കേട്ടോ. അടുത്ത കാഴ്ച മടിക്കേരി ഫോർട്ടിൻ്റെ കാഴ്ചകളാണ്. തലക്കാവേരിയിൽ നിന്ന് 48 കിലോമീറ്ററാണ് മടിക്കേരിയിലേക്ക്. ഏറ്റവും അടുത്ത ടൗണും മടിക്കേരിയാണ് കേട്ടോ. മടിക്കേരി ഫോർട്ട് നിർമ്മിക്കുന്നത് 17-ാം നൂറ്റാണ്ടിലാണ്. കൊടകിലെ ഹിലേരി രാജവംശത്തിൻ്റെ തലവനായിട്ടുള്ള മുദ്ദരാജയാണ് കോട്ട നിർമ്മിക്കുന്നത്. മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ നല്ല ദൃഢമായിട്ട് നിർമ്മിച്ചിട്ടുള്ള കോട്ടയാണ്. കാര്യം പീരങ്കികളുടെ ആക്രമണങ്ങളൊക്കെ തടയാനായിട്ടുള്ള സൗകര്യത്തോടു കൂടിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. കോട്ടയ്ക്കകത്ത് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്ന നിർമ്മിതി സെൻറ്റ് മാർക്സ് ചർച്ചായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചാണ്. ഇന്നത് മ്യൂസിയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ മ്യൂസിയത്തിനകത്ത് 12-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൻ്റെ ചരിത്ര അവശേഷിപ്പുകളാണുള്ളത്. ഹീറോ സ്റ്റോൺ, സതി സ്റ്റോൺ, ബലിക്കല്ല്, ശിലാലിഖിതങ്ങൾ, അതുപോലെ കുറച്ച് ഈശ്വര വിഗ്രഹങ്ങൾ ഇവിടെയുണ്ട്. ഇത് കൂടാതെയുള്ളത് ഫീൽഡ് മാർഷൽ കരിയപ്പയുടെ കുറേ ബിലോങ്ങിങ്സ് ആണ് ഇതിലുള്ളത്. ഈ മ്യൂസിയത്തിലെ ചില കാഴ്ചകൾ 12-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അനാചാരങ്ങളുടെ തെളിവ് കൂടിയാണ്. ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള വീരക്കല്ല് അഥവാ ഹീറോ സ്റ്റോൺ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാജാവിന് വേണ്ടി യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ മരണപ്പെടുകയും ചെയ്യുന്ന സൈനികന് കിട്ടുന്ന ബഹുമതിയായിട്ടാണ്. പക്ഷേ സതി സ്റ്റോൺ എന്ന് പറയുന്നത് നിർഭാഗ്യവതിയായ ഭർത്താവ് മരിക്കുന്ന ഭാര്യ ഭർത്താവിൻ്റെ ചെതിയിൽ ചാടി മരിക്കുന്നതിന് കിട്ടുന്ന ഒരു പ്രശസ്തി പത്രമോ അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യുന്നതിൻ്റെ സിമ്പലോ ആണ് ഈ സതി സ്റ്റോൺ. ഞാനിത് പറയുമ്പോൾ ഏതോ പുരാതന കാലത്ത് നടന്ന അനാചാരങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്ന അർത്ഥത്തിലായിരിക്കും എല്ലാവർക്കും മനസ്സിലാവുക. എങ്കിൽ ഏറ്റവും അവസാനമായ സതി നടന്നത് എൻ്റെ ജനനത്തിനും ശേഷമാണ്. 1987 അവസാനമായ സതി നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ആ സതി അനുഷ്ഠിച്ചത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും ഇന്ത്യക്ക് ഒരുപാട് അപമാനം ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യക്ക് ഒരുപാട് അപമാനം ഉണ്ടാക്കി തന്ന ആ സന്ദർഭത്തിനെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ 1987 രാജസ്ഥാനിലെ ദിയോരാല എന്നുള്ള ഗ്രാമത്തിലാണ് ഇത് നടക്കുന്നത്. 18 വയസ്സുകാരിയായിട്ടുള്ള രൂപ് കൻവാർ അവരാണ് സതി അനുഷ്ഠിക്കുന്നത്. ഭർത്താവിൻ്റെ മരണശേഷം ശവദാഹത്തിൽ ചിതയിൽ ചാടി മരിക്കാൻ അവരെ പ്രേരിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. രൂപ് കൻവാറിൻ്റെ സതി അനുഷ്ഠിക്കലിൻ്റെ പശ്ചാത്തലത്തിൽ രാജസ്ഥാൻ ഗവൺമെൻറ് 1987 സതി നിരോധന നിയമം നടപ്പിലാക്കി. അതേ വർഷം തന്നെ രാജ്യവ്യാപകമായി സതി തടയൽ നിയമം 1987 പാസ്സായി. ഈ നിയമത്തിൽ സതി അനുഷ്ഠിക്കാൻ പ്രേരിപ്പിക്കുന്നതോ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതോ ഭീകരമായ തെറ്റായിട്ട് കരുതുകയും അതിന് വലിയ ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്തു. സതി നിരോധന നിയമത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു വിരോധാഭാസം കൂടി പറയണമെന്ന് എനിക്ക് തോന്നി. സതി നിരോധന നിയമം വന്നപ്പോൾ നമ്മുടെ രാജ്യത്ത് സതി അനുഷ്ഠിക്കാനുള്ള അവകാശങ്ങൾ വേണമെന്ന പേരിൽ സ്ത്രീകൾ തന്നെ പ്രക്ഷോഭം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രക്ഷോഭത്തിന് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ മോശമായിട്ട് ചിന്തിക്കേണ്ട കാര്യം. 1772 ജനിച്ച രാജാ റാം മോഹൻ റോയ് സതി നിരോധനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും വിധവകളുടെ വിവാഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. അതേസമയം 1987 നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ, പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ
സതി നടപ്പിലാക്കാൻ വേണ്ടി അവകാശത്തിന് വേണ്ടി സമരം ചെയ്തു എന്ന് കേൾക്കുമ്പോൾ എന്തു വലിയ വിരോധാഭാസമായിട്ടാണ് തോന്നുന്നത്. സതിയെക്കുറിച്ച് ഇത്രയധികം സംസാരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അവിടെ കണ്ട 50ഓളം സതിക്കല്ലുകളാണ്. വീരക്കല്ലുകളും സതിക്കല്ലുകളും ബലിക്കല്ലുകളും എല്ലാം തന്നെ ആരുടെയൊക്കെയോ ജീവൻ അവരറിയാതെ മറ്റൊരാൾ പിടിച്ചു വാങ്ങിയതിൻ്റെ ലക്ഷണങ്ങളായിട്ടല്ലേ കരുതേണ്ടത്. അവിടെ അധികമൊന്നും പ്രാധാന്യത്തോടെ അല്ലാതെ ഇരിക്കുന്ന ഈ സതിക്കല്ലുകളും വീരക്കല്ലുകളും കൂടാതെ മറ്റൊരു മോശപ്പെട്ട സാധനം കൂടെ അവിടെയുണ്ട്, ബലിക്കല്ല്. രാജ്യത്തിൻ്റെ രാജ്യാധികാരത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ വിശ്വാസങ്ങളുടെ പേരിലോ മൃഗങ്ങളോ മനുഷ്യരോ ഒരുപാട് തവണ ചോര ചിന്തിയ കല്ലുകളാണ് അവിടെ ബലിക്കല്ലുകളായിട്ട് നിലകൊള്ളുന്നത്. ഒട്ടും അഭിമാനകരമായ ചരിത്രമല്ല എന്നിരിക്കെ തന്നെ ഈ ചരിത്ര അവശേഷിപ്പുകളൊക്കെ കുറെ കൂടെ സംരക്ഷണം അറിയിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. മദിക്കേരി ഫോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊടക് ജില്ലയിലെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകമാണ്. ഇത് പരസ്പരം വ്യത്യസ്തമായ ഭരണാധികാരികളുടെ കീഴിൽ നിർമ്മിച്ചതും പുനർനിർമ്മിച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരു കോട്ടയാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ അടയാളമായിട്ടാണ് ഇത് മദിക്കേരിയിൽ നിലകൊള്ളുന്നത്. കോട്ടയുടെ ചരിത്രം പറയുമ്പോൾ 3 ഘട്ടങ്ങളായിട്ട് പറയാം. മുദ്രാജയാണ് 17-ാം നൂറ്റാണ്ടിൽ കോട്ട നിർമ്മിക്കുന്നത്. 1681 മണ്ണുകൊണ്ട് കോട്ട നിർമ്മിക്കുന്നത്. ഈ കോട്ടയ്ക്കുള്ളിൽ രാജഭവനവും അദ്ദേഹം പണിതിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2ാം ഘട്ടം ടിപ്പു സുൽത്താൻ ഈ കോട്ട കൈവശപ്പെടുത്തുന്നു. അതിനുശേഷം ഈ കോട്ടയ്ക്ക് ജാഫറാബാദ് എന്ന് പേര് വയ്ക്കുന്നു. അതിനുശേഷം ടിപ്പു സുൽത്താൻ്റെ കാലത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഈ കോട്ട കൈവശപ്പെടുത്തുന്നു. അതിനുശേഷം അവരുടെ ഒരു പള്ളിയായിട്ട് ഒരു സെൻറ്റ് മാർക്സ് ചർച്ച് അവിടെ ഉണ്ടാക്കുകയും അത് അവരുടെ ഒരു പള്ളിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. കോട്ടയുടെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ മുദ്രാജ മണ്ണുകൊണ്ട് നിർമ്മിച്ച കോട്ടയെ ബലപ്പെടുത്തുന്നത് ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ ഇഷ്ടിക കൊണ്ടും അതുപോലെ ഗ്രാനൈറ്റ് ഉപയോഗിച്ച് മതിലുകളും എല്ലാം കെട്ടിയുണ്ടാക്കി. അതിനുശേഷം 4 വാച്ച് ടവറുകൾ ഉണ്ടാക്കുകയും അതുപോലെ ആക്രമണത്തിന് വേണ്ടിയിട്ട് ഗൺ പോയിന്റുകളും പീരങ്കി വയ്ക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ടായി. അതുപോലെ ടിപ്പു സുൽത്താൻ രഹസ്യ പാതകളും തുരങ്കങ്ങളും ഒക്കെ ഈ കോട്ടയിൽ നിർമ്മിച്ചിട്ടുണ്ട്. മുത്തുരാജ നിർമ്മിച്ച രാജഭവനം ഇന്ന് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച സെൻറ്റ് മാർക്സ് ചർച്ച് ഇന്ന് മ്യൂസിയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ മ്യൂസിയം രാവിലെ 10 മണിക്ക് ഓപ്പൺ ചെയ്യും. അതുപോലെ 5:30 വരെ മ്യൂസിയം ഓപ്പണാണ്. തിങ്കളാഴ്ച മ്യൂസിയം ലീവാണ് കേട്ടോ. കോട്ടയുടെ ഇന്നത്തെ സ്ഥിതി വളരെ പരിതാപകരമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് വളരെ കുറഞ്ഞ ഒരു കോട്ടയായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ചെറിയ തോതിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ തന്നെയും കോട്ട അതിന് മാത്രം പ്രാധാന്യത്തോടെ പരിരക്ഷിക്കേണ്ടെന്ന് തോന്നുന്നില്ല. കോട്ടയുടെ അകവശത്ത് കാണുമ്പോൾ പല ഗവൺമെൻറ് ഓഫീസുകളും അതുപോലെ വാട്ടർ ടാങ്കുകളും ഇലക്ട്രിസിറ്റി പോസ്റ്റുകളും ഒക്കെ ഒട്ടും തന്നെ ദീർഘവീക്ഷണമില്ലാതെ നിർമ്മിച്ചതും അതുപോലെ ഉപേക്ഷിച്ചതും ഒക്കെ ആയിട്ട് കാണാം. ആകെ ഈ കോട്ടയിൽ ഒരു കാഴ്ചയ്ക്ക് ഭംഗിയായിട്ട് തോന്നുന്നത് പുതിയതായിട്ട് നിർമ്മിക്കുന്ന ഒരു കെട്ടിടമാണ്. പിന്നീട് ഈ കോട്ടയിലെ ചരിത്രത്തിനെ കുറിച്ച് വായിക്കുന്ന സമയത്ത് ഈ 2 കരിങ്കല്ലിൽ നിർമ്മിച്ച ആനയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അവിടെ 2 ആനകളുടെ പ്രതിമയുണ്ട്. അത് പക്ഷേ സിമെൻറ്റിലാണോ നിർമ്മിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ രാജകൊട്ടാരം അല്ലെങ്കിൽ രാജഭവനം ഒട്ടും തന്നെ മെയിൻ്റനൻസ് ഇല്ലാണ്ട് കോട്ടയുടെ സമീപത്തായി തന്നെ കാണാം. ടിപ്പു സുൽത്താൻ്റെ കോട്ടകൾക്ക് അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ നിർമ്മിച്ചതോ അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ കീഴ്പ്പെടുത്തിയതോ ആയിട്ടുള്ള കോട്ടകൾക്ക് പൊതുവെ ചില പ്രത്യേകതകൾ കാണാറുണ്ട്. ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് കാണുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് തുരങ്കങ്ങൾ ഉണ്ടാവാറുണ്ട്. 2 കോട്ടയിൽ പീരങ്കി വയ്ക്കാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ ഗൺ ഹോൾസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയായിട്ട് കാണുക കോട്ടയോട് ചേർന്നുകൊണ്ട് തന്നെ അമ്പലങ്ങൾ ഉണ്ടാവാറുണ്ട്. പാലക്കാട് കോട്ടയിലാണെങ്കിൽ ഹനുമാൻ്റെ ഒരു അമ്പലമുണ്ട്. കാസർഗോഡ് ബേക്കൽ കോട്ടയിലാണെങ്കിൽ ഒരു ദേവിയുടെ അമ്പലമുണ്ട്. അതുപോലെ തന്നെയാണ് മടിക്കേരി ഫോർട്ടിലും ഒരു ക്ഷേത്രം ഇതിനോട് അനുബന്ധിച്ച് തന്നെ ഉണ്ട്. മടിക്കേരി ഫോർട്ടിലെ ക്ഷേത്രത്തിലെ ദൈവം ഗണപതിയാണ്. ഗണപതി സാധാരണ ഒരു ഗണപതിയുടെ അമ്പലം പോലെ തന്നെ വിശ്വാസികളെല്ലാം വന്ന് പ്രാർത്ഥിച്ച് തേങ്ങയെല്ലാം അടച്ച് പോകുന്ന രീതിയിലാണ്. നല്ല ആക്റ്റീവായിട്ടുള്ളൊരു അമ്പലമായിട്ടാണ് കണ്ടിട്ട് മനസ്സിലാവുന്നത്. ഈ മടിക്കേരിയിലെ ഗണപതിയുടെ അമ്പലം ഒരുപക്ഷെ പാലക്കാട് കോട്ടയിലെ അതേ കാഴ്ചകൾ ആവർത്തിക്കുന്ന പോലെ തോന്നും. പാലക്കാട് ഹനുമാൻ്റെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഇതേ കാഴ്ചകളാണ്. 2 വശത്തും കരിങ്കല്ലിൻ്റെ ഭിത്തിയും കരിങ്കല്ലിൻ്റെ ഭിത്തിയോട് ചേർന്നുകൊണ്ട് തന്നെ അമ്പലവും തുടങ്ങുന്നുണ്ട്. മടിക്കേരിയിലെ അടുത്ത കാഴ്ച രാജാ സീറ്റാണ്. രാജാ സീറ്റ് എന്നുള്ളത് കൊടകിലെ രാജാക്കന്മാരുടെ ഒരു വളരെ പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു. അതായത് അവർ പ്രഭാത കാഴ്ചകളും സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ ഒരു
ഉദ്യാനത്തിലിരുന്ന് കാണാനായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കൂർഗിൻ്റെ താഴ്വാരങ്ങളും അതുപോലെ തന്നെ മഞ്ഞു മൂടിയ ഇടങ്ങളും എല്ലാം കാണാൻ കഴിയുന്ന ഒരു വൃത്തിയുള്ള ഒരു ഉദ്യാനമാണ് മടിക്കേരിയിലെ ഈ രാജാ സീറ്റ്. മഴയുള്ള സന്ദർഭങ്ങളിൽ ഇവിടെ ഇരുന്നിട്ടുള്ള കാഴ്ച വളരെ രസകരമാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ മഞ്ഞു മൂടിയ സമയങ്ങളിലും ഇവിടെ ഇരുന്നിട്ട് കാഴ്ചകൾ കാണാനും കോടമഞ്ഞ് പൊങ്ങി വരുന്ന കാഴ്ചകളൊക്കെ മനോഹരങ്ങളാണെന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ രാജാ സീറ്റിൽ വിശേഷപ്പെട്ട പൂക്കളും അതുപോലെ വിശേഷപ്പെട്ട സസ്യജാലങ്ങളും ഒക്കെ ആയിട്ട് വലിയൊരു ഗാർഡൻ തന്നെയുണ്ട്. അതുകൂടാതെ ഒരു വാട്ടർ ഫൗണ്ടനും അതുപോലെ സിപ്പ് ലൈനും ഇവിടെ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. രാജാ സീറ്റിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണം സൂര്യാസ്തമയ കാഴ്ചകളാണ്. മലനിരകളിൽ വീണ് മറയുന്ന സൂര്യനെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ, പരിസര പ്രദേശത്തുള്ള ആളുകളും യാത്രികരായിട്ടുള്ള ആളുകളൊക്കെ ഈ കാഴ്ച കാണാനായിട്ട് വരാറുണ്ട്. രാജാ സീറ്റ് തുറക്കുന്നത് രാവിലെ 5:30 തുറക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എക്സസൈസ് ചെയ്യാനും ജോഗിങ്ങിനും ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ടാണ് 5:30 മുതൽ 8 മണി വരെ രാജാ സീറ്റ് തുറന്നിരിക്കും. രാജാ സീറ്റ് രാത്രി 8 മണി വരെ തുറന്നിരിക്കുമെങ്കിലും മ്യൂസിക്കൽ ഫൗണ്ടൻ വൈകുന്നേരം 7 മണിക്ക് തുടങ്ങിയിട്ട് 7:30ക്ക് അവസാനിക്കും. രാജാ സീറ്റിൽ കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിൽ കുറേയധികം പ്രതിമകളുണ്ട്. ആനയുടെയും ഡൈനോസറിൻ്റെയും കങ്കാരുവിൻ്റെയും ഒക്കെ ആയിട്ട് കുറേയധികം പ്രതിമകൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും കാഴ്ചകളോടുകൂടി മടിക്കേരിയിലെ കാഴ്ചകൾ ഇന്ന് അവസാനിപ്പിക്കാം. അടുത്ത കൂർഗിൻ്റെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.